പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി അംഗീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ UDFന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വിജയമല്ല. ഈ വിജയം വർഗീയ രാഷ്ട്രീയത്തിന് കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വിജയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ലീഡ് വന്ന സമയത്ത്, അതായത് വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാടിന്റെ തെരുവുകളിൽ ആദ്യം ഇറങ്ങിയത് SDPIക്കാരായിരുന്നു. SDPI ആണ് ആദ്യം പ്രകടനത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോ UDFന്റെ വിജയം എന്നതിനപ്പുറം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എന്നതിനപ്പുറം SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും ഒരു വലിയ അപകടകരമായ വിജയമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ കോൺഗ്രസ് BJP ഡീൽ മറനീക്കി പുറത്തു വന്നു. അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിൽ മാത്രം 7000-ലധികം വോട്ടുകൾ BJP മറിച്ചു കൊടുത്തത്. ഈ മണ്ഡലത്തിലാകെ 10,000-ലധികം വോട്ടുകളാണ് BJPയുടെ വോട്ടുകൾ UDFലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് BJPയും കോൺഗ്രസിന്റെയും ഡീലിന്റെ ഭാഗമായി കിട്ടിയ വോട്ടും ഈ മണ്ഡലത്തിലെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വളരെ പരസ്യമായി UDFന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി വർഗീയമായ പ്രചരണം നടത്തിക്കൊണ്ടുള്ള ഒരു വിജയമായിട്ട് UDFന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വിജയത്തെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ UDFന്റെ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടിനുള്ള വിജയമല്ല. അപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് ആ രാഷ്ട്രീയത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് UDFന്റെ ഈ തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ UDFന്റെ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമല്ല. സന്ദീപ് വാര്യർ UDFലേക്ക് പോയാലും പോയില്ലെങ്കിലും ഇവിടെ കൃഷ്ണകുമാറിനെതിരായി വലിയ വികാരം BJPക്ക് അകത്തുണ്ട്. BJPയും കൃഷ്ണകുമാറും ഷാഫി പറമ്പിലും തമ്മിൽ ഡീലിന്റെ ഭാഗമാണ്. കോൺഗ്രസും BJPയുടെയും ഡീലിന്റെ ഭാഗമാണ് ഈ വോട്ട് അപ്പുറത്ത് പോയത്. അല്ലാതെ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയത് കൊണ്ട് വോട്ട് ആകെ അങ്ങോട്ട് പോയി എന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല. ഇത് മുൻകൂട്ടി ഉണ്ടാക്കിയ ധാരണ. അതായത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കൊടുത്തു, പാലക്കാട് ഞങ്ങൾക്ക് തരിക. ഇതാണ് ആ ഡീലിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അതാണ് പാലക്കാട് UDF ജയിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായി വിജയിക്കാനും ഇടയാക്കിയത്.